നാട്ടുകാർക്ക് വേണ്ടി അവർ ഒട്ടനവധി കിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ അന്ന് കണ്ടതാണ്. പക്ഷേ അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, എന്നെയും കൂടെ ഒന്ന് ക്ഷണിച്ചെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നോടത് പറഞ്ഞില്ല. എനിക്ക് വലിയ വിഷമമുണ്ട്. ഇനി നിങ്ങൾ അടുത്ത ഫംഗ്ഷന് എന്നെ അറിയുന്ന നിങ്ങൾക്ക് വേണ്ട സഹായം എന്നാൽ കഴിയുന്ന രീതിയിൽ എനിക്കും ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് ആ രീതിയിലുള്ള സഹായം ഇല്ലെന്നും ഉണ്ടാകുമെന്ന് പറയാം. എനിക്ക് ഇതിൽ കൂടുതൽ തന്നെ എന്നെ ചേട്ടനൊക്കെ ഞാൻ വിളിക്കുമ്പോൾ തന്നെ എനിക്ക് വരാൻ താല്പര്യമില്ല. ഞാൻ രാവിലെ വേറൊരു കാര്യമുണ്ട്. അന്നേരം പെട്ടെന്ന് എന്നെ അത് ഫ്രീയായി നിങ്ങളുടെ വരുവാൻ വേണ്ടി വന്നത് നിങ്ങളുടെ ആ പ്രവർത്തനത്തിൻ്റെ മികവാണ്. സാധാരണക്കാരെ സഹായിക്കാൻ വേണ്ടി പലപ്പോഴും പലതും ചെയ്തിട്ട് അവരുടെ സ്വന്തം താല്പര്യം നോക്കുന്ന വ്യക്തികളാണ് പലരും. പക്ഷേ എനിക്ക് ചേട്ടനൊക്കെ ഇത്രയും ആത്മാർത്ഥമായിട്ട് പല മേഖലയിലും നെയ്യാറ്റിങ്കരയിലും കാട്ടാക്കടയിലും മറ്റ് സ്ഥലങ്ങളിൽ വിവിധ താലൂക്കുകളിലുള്ള അദ്ദേഹത്തിൻ്റെ ഇവിടെ പ്രവർത്തനം ഒരു ശക്തമായി മുന്നോട്ട് പോകുന്നു. നിങ്ങളെല്ലാവരും അതുപോലെ ഞാൻ കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതാണ്, ഒരു സഹായം ചെയ്യുമ്പോൾ 10 പേരോട് പറയും അതെല്ലാം പറയുമ്പോഴാണ് നമുക്ക്, ഞാൻ അന്നും പറഞ്ഞില്ല, നമ്മൾ ചില സഹായങ്ങളുമായിട്ട് വീടുകളിൽ പോകുമ്പോൾ നമ്മളെ സഹായിച്ച ഇന്ന സംഘടനകളെന്ന് ഓർമ്മ വരാൻ വേണ്ടി നിങ്ങളതെല്ലാവരും പറയണം. പറഞ്ഞ് അതിൽ നിങ്ങളുടെ പ്രദേശത്തുള്ള സാമ്പത്തികമുള്ളവരുടെ പറയണം. സംഘടനയുണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ മുൻപന്തിയിൽ വേണമെന്ന് പറയാൻ വേണ്ടി നിൽക്കില്ല. അപ്പോൾ നമ്മൾ ഗാന്ധിജയന്തിയുടെ ഈ ഒക്ടോബർ 2-ാം തീയതി തന്നെ ഈ പരിപാടി നേടുന്ന ഈ സംഘാടകർക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും ചേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം ചെയ്യും.